ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലു അർജുൻ, ഫഹദ് ഫാസിൽ, രശ്മിക മന്ദാന എന്നിവർ പ്രധാന വേഷത്തിലെത്തി സുകുമാർ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുന്ന സിനിമയാണ് പുഷ്പ 2 ദി റൂൾ. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നും ഈ ചിത്രത്തിന്റെ കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യ 6 ദിവസത്തെ കളക്ഷൻ പോസ്റ്റർ പ്രകാരം 1002 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ന് മൈത്രി മൂവി മേക്കേഴ്സ് പുറത്തിറക്കിയ പുതിയ പോസ്റ്റർ പ്രകാരം 65 കോടി രൂപയാണ് 7ാം ദിവസമായി ഇന്നലെ ബുധനാഴ്ച വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത്. അങ്ങനെ പുഷ്പ 2 ആദ്യ 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് 1067 കോടി രൂപയാണ്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ടോപ്പ് ഫസ്റ്റ് വീക്ക് ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമകളുടെ പട്ടികയിൽ 1ാം സ്ഥാനം പുഷ്പ 2 സ്വന്തമാക്കിയിരിക്കുകയാണ്. മറ്റൊരു പ്രത്യേകത, ഈ പട്ടികയിലെ ആദ്യ 5 സ്ഥാനവും സൗത്ത് ഇന്ത്യൻ മൂവീസിന് തന്നെയാണ്. അതിൽ 4 ചിത്രം തെലുങ്കിൽ നിന്ന്, 1 കന്നഡയിൽ നിന്നുമാണ്. 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന പുഷ്പ 2വിന്റെ ആദ്യ ഒരാഴ്ചയിലെ ഇന്ത്യൻ കളക്ഷൻ 770 കോടി രൂപയാണ്. 2ാം സ്ഥാനത്തുള്ള ബാഹുബലി 2 659 കോടി രൂപയും 3ാം സ്ഥാനത്തുള്ള KGF ചാപ്റ്റർ 2 578 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 513 കോടിയുമായി ട്രിപ്പിൾ ആർ 4ാം സ്ഥാനത്തും 439 കോടി 25 ലക്ഷം രൂപയുമായി കൽക്കി 2898 AD എന്ന പ്രഭാസ് ചിത്രം 5ാം സ്ഥാനത്തുമാണ്. പഠാൻ, ജവാൻ, ആനിമൽ എന്നിങ്ങനെ ബോളിവുഡിൽ നിന്നുള്ള സിനിമകളെല്ലാം തന്നെ 6, 7, 8ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഇന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ചിത്രത്തിന്റെ 7 ദിവസം വരെയുള്ള ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 960 കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത്. 8ാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ചയോടെ മാത്രമേ ഈ സിനിമ 1000 കോടി ക്ലബിൽ എത്തപ്പെടൂ എന്നാണ് വിവിധ ട്രാക്കേഴ്സ് അവകാശപ്പെടുന്നത്. അതേസമയം ചിത്രത്തിന്റെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 7 ദിവസം കൊണ്ട് ഈ സിനിമ 15 കോടി 3 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 8ാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 35-40 ലക്ഷം റേഞ്ചിലാണ്. 8ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 45 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 1100 കോടിയിലേക്കാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. അതേസമയം ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 1000 കോടി ക്ലബിൽ എത്തപ്പെട്ടിട്ടുമുണ്ട്. രജനീകാന്ത്, മമ്മൂട്ടി എന്നിവർ പ്രധാന താരങ്ങളെയും മണിരത്നം, രജനിയും സംവിധാനവും നിർവഹിച്ച് 1991 തിയേറ്ററിലെത്തിയ തമിഴ് ഗ്യാങ്സ്റ്റർ ഡ്രാമ ചിത്രമാണ് ദളപതി. സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ ഈ സിനിമയിൽ ജയശങ്കർ, അമരീഷ് പുരി, ശ്രീവിദ്യ, ഭാനുപ്രിയ, ശോഭന, ഗീത എന്നിങ്ങനെയാണ് മറ്റ് അഭിനയനിര. രജനീകാന്തിന്റെ 74ാം ജന്മദിനം പ്രമാണിച്ച് ഇന്ന് ഈ സിനിമ 4K റീമാസ്റ്റർ പതിപ്പായി തമിഴ്, കന്നഡ, മലയാളം എന്നിങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. തമിഴിൽ അത്യാവശ്യം മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറാൻ ഈ സിനിമയ്ക്ക് ഇന്ന് ആയിട്ടുണ്ട്. എന്തായാലും ദളപതി തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 50 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഏകദേശം 100ഓളം സ്ക്രീനുകളിലാണ് ഈ സിനിമ പ്രദർശനത്തിന് എത്തിച്ചേർന്നിട്ടുള്ളത്. തമിഴ്നാട്ടിൽ മുത്തു ഉൾപ്പെടെ രജനീകാന്തിന്റെ ഒട്ടനവധി സിനിമകൾ ഇന്ന് റീ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപർണ ബാലമുരളി, രാജബി ഷെട്ടി എന്നിവർ പ്രധാന താരങ്ങളെയും ജിഷോലോൻ ആന്റണി തിരക്കഥയിൽ സംവിധാനം ചെയ്ത് നാളെ ഡിസംബർ 13 പാൻ ഇന്ത്യ റിലീസായി തിയേറ്ററെത്തുന്ന സിനിമയാണ് രുധിരം. രമേശ് വർമ്മ, കുമാരദാസ്, PK ബാബു, ഉമ KP, രമ്യ, അലൻ പ്രാക്ക് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം എന്നിങ്ങനെ 4 ഭാഷകളിലാണ് ഈ സിനിമ നാളെ റിലീസ് ചെയ്യുന്നത്. ജിയോ ബേബി, കൈലാഷ്, ഷഹീൻ സിദ്ദിഖ് എന്നിവർ പ്രധാന താരങ്ങളായി അനുറാം സംവിധാനം ചെയ്യുന്ന കള്ളൻ എന്ന സിനിമയാണ് നാളെ തിയേറ്ററിലെത്തുന്നത്. നന്ദന രാജൻ, ആദിൽ ഇബ്രാഹിം, അഖിൽ പ്രഭാകർ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് ആര്യ ഭുവനചന്ദ്രനാണ്. ജിഷ്ണു തിലകാണ് സംഗീതം. സിനിമാറ്റോഗ്രാഫി മാർട്ടിൻ മാത്യുവും മധു പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നിർവഹിച്ചിരിക്കുന്നു. നാളെ ഡിസംബർ 13 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് ജീവൻ. വിനോദ് നാരായണ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ സിനു സിദ്ധാർത്ഥൻ, പ്രീതി ക്രിസ്റ്റിന പോൾ, റൂബി ബാലൻ വിജയൻ, സുനിൽ പണിക്കർ, വിവിയ ശാന്ത് എന്നിവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഗോപി സുന്ദറാണ് സംഗീതം പകർന്നിട്ടുള്ളത്. DOP സിനു സിദ്ധാർത്ഥം, ബാബു രത്നം എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.